1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കി അതിന്റെ താക്കോൽദാന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ഉറപ്പായും വലിയ ആശ്വാസത്തിന് മണിക്കൂറുകൾ തന്നെ. കാരണം നമ്മൾ നേരത്തെ അവിടെയൊക്കെ നമ്മൾ പോയിരുന്നതാണ്. മറക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദുരന്തത്തിന്റെ നാളുകൾ നമ്മൾ അവിടെ പോയതാണ്. അങ്ങനെ ദുരന്തത്തിന്റെയും കണ്ണീരിന്റെയും വേദനകളുടെയും വേർപാടിന്റെയും വേണ്ടപ്പെട്ടവർ, അച്ഛനമ്മ, മക്കൾ, സഹോദരങ്ങളൊക്കെ വേണ്ടപ്പെട്ടവർ മരിച്ചുപോയവരെവിടെ എന്ന തേടലിന്റെ കണ്ണുനീരിന്റെ അങ്ങേയറ്റം മനുഷ്യ നിസ്സഹായാവസ്ഥയുടെ പരമാവധികൾ നമ്മളവിടെ നിന്ന് നമ്മുടെയൊക്കെ ചങ്ക് നീറി കരഞ്ഞുപോയവരാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ ചിരി അത് മീൻസ് എ ലോട്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് വലിയ സങ്കട പർവ്വത്തിൽ നിന്നും അതിജീവനത്തിന്റെ ചിരിയാണ്. അത് ബാക്കിയുള്ള ചിരി പോലുള്ള ചിരിയല്ല. അത് ഒരുപാട് സങ്കടങ്ങൾ താണ്ടി വന്ന മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിരിയാണ്. ആ ചിരി കേരളത്തിന്റെ ചിരിയാണ്. കേരള മാതൃക, കേരള സ്റ്റോറി എങ്ങനെയാണ് എന്ന് ലോകം കാണുന്നെങ്കിൽ കാണട്ടെ. ഇതാണ് കേരള സ്റ്റോറി. ഇതാണ് അതിജീവനത്തിന്റെ കേരള സ്റ്റോറി, കരുതലിന്റെ കേരള സ്റ്റോറി. നാടിന്റെ ഒരു ഭാഗം തകർന്നു പോയാൽ ഞങ്ങൾ അവരെങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് വിട്ടുകളയുന്നവരല്ല. ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നവരാണ്. ചേർത്ത് പിടിച്ച് വളരെ വേഗം അവർക്കൊരു കൈത്താങ് കൊടുക്കാൻ സഹായിക്കുന്നവരാണ്. ഒരുപാട് പേർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട്, മാക്സി ആവട്ടെ കൈലി ആവട്ടെ, അന്ന് രാത്രി എന്താണോ ഇട്ട ഡ്രസ്സ് ആ ഡ്രസ്സ് മാത്രം ഇട്ട് ഇറങ്ങിപ്പോയ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. ആ മനുഷ്യർക്കാണ് ഒരു വീട്, ഒരു കിടക്കാടം. അത് എന്താണ്, മോശം വീടല്ല, അത്യാവശ്യം ഗംഭീരം ആയ വീടാണ്. വീടുകൾ മാത്രമല്ല, ഓരോ വീടിന് മുന്നിലെത്തുന്ന 11.42 കിലോമീറ്റർ റോഡുണ്ട്. അതിലെ കലുങ്കും പാലങ്ങളുണ്ട്, ഓടയുണ്ട്, അവയുടെ സംരക്ഷണ ഭിത്തികളുണ്ട്, ടൗൺഷിപ്പിലാകെ തെരുവ് വിളക്കുകളുണ്ട്, 1.5 ലക്ഷം ലിറ്റർ ശേഷിയുടെ കുടിവെള്ള സംഭരണി, അതിൽ നിന്നുള്ള കുടിവെള്ള വിതരണ പൈപ്പുകളുണ്ട്, വൈദ്യുതി വിതരണ ശൃംഖല അവിടെ മണ്ണിനടിയിലൂടെയുണ്ട്, കോൺക്രീറ്റ് ട്രെഞ്ച് വഴിയുള്ള വൈദ്യുതി വിതരണം, പരമാവധി സുരക്ഷ അടക്കമുള്ള ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള വീട്. 1000 ചതുരശ്ര അടിയിൽ 2 കിടപ്പുമുറി, 2 ശുചിമുറി, ഡൈനിങ് ഹാള്, ലിവിംഗ് റൂം, പഠനമുറി, അടുക്കള, വർക്ക് ഏരിയ, സിറ്റൗട്ട് എന്നിവ ഉൾപ്പെടുന്നതാണ് ആ വീട്. ആ വീടിന്റെ താക്കോൽദാനം അവിടെ പുരോഗമിക്കുകയാണ്. കാളിദാസ് ദേവദത്തം ചേരുന്നു. കാളിദാസ്, അവിടെ ആളുകൾ ചിരിക്കുന്നുണ്ട്. ആ ചിരി ഇവിടെ നിന്ന് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവേണ്ടതാണ്. യുദ്ധ സാഹചര്യത്തിൽ ഇവിടെ ആയിപ്പോയതാണ്. ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ തോന്നുന്നുണ്ട്. ആ ചിരി ഇങ്ങനെ സ്ക്രീനിൽ കൂടി കാണുമ്പോൾ ഹൃദയം നിറയുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. കാളിദാസ്, അത് തന്നെയാണ് ഹാഷ്മി. ഒരു വർഷം, അതായത് 2 വർഷത്തോടടുക്കുന്നു ആ ഒരു രാത്രി ഉണ്ടായിട്ട്. ആ രാത്രി നമുക്ക് ഇന്നും ഓർക്കുമ്പോൾ ഒരു ഭീതിയോടെ തന്നെയാണ് ഇവിടെയുള്ളവർ പോലും ഓർക്കുന്നത്. പക്ഷേ ആ നിമിഷങ്ങളെല്ലാം മാറി. അത് പിന്നീട് സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ആ വീടുകൾ കൂടി കൈമാറുകയാണ്. 178 വീടുകളാണ് ഇന്നിപ്പോൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. 401 വീടുകളാണ് സർക്കാർ ഈ ടൗൺഷിപ്പ് പദ്ധതി പ്രകാരം ഉണ്ടാക്കുന്നത്. അതിൽ 178 വീടുകൾ ആദ്യഘട്ടം എന്നോണം കൈമാറുന്ന ഒരു ചടങ്ങിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ദുരന്തബാധിതർ അടക്കം തന്നെ കാത്തിരുന്നതെന്നും കൂടിയാണ്. ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത്. നമുക്ക് തന്നെ കാണാം, ഇത്രയും ഭാഗം എന്നുള്ളത് ദുരന്തബാധിതർക്കായി സീറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നതാണ്. അവരൊക്കെ തന്നെ ഈ ഒരു താക്കോൽ കൈമാറി അവരുടെ വീടുകളൊക്കെ ഒന്ന് പോയി കണ്ട് അവരുടെ ആ ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദമാണ്. ചേട്ടാ, വീട് ലഭിക്കുകയാണല്ലേ? അതെ. സന്തോഷമാണോ? കിട്ടിയതിൽ സന്തോഷം. അതെ, സർക്കാർ വാക്ക് പാലിച്ചു എന്ന് തന്നെയല്ലേ? മുഴുവൻ പാലിച്ചു എന്ന് ഞാൻ പറയില്ല. കാരണം വീട് കിട്ടാത്ത ആൾക്കാർ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. അവർക്ക് ഉടനെ തന്നെ വീട് കൊടുക്കും കൂടിയാണ്. പറഞ്ഞാൽ സന്തോഷം. നമുക്ക് കിട്ടിയ വളരെ സന്തോഷമുണ്ട്. കിട്ടാത്തവർക്ക് വേണ്ടി ദുഃഖമുണ്ട്. എന്തായാലും സന്തോഷമായല്ലോ. ഓക്കെ, നമുക്കിനി താക്കോല് കിട്ടിയാൽ മതി. അതെ, അപ്പോൾ അങ്ങനെയാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്, ദുരന്തബാധിതരടക്കമുള്ള നിരവധി പേരാണ്. നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. ഇത്രയും ഭാഗത്ത് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു, സദസ്സ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. ഇത്രയും ഭാഗം ദുരന്തബാധിതർക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം കൂടിയാണ്. ചേട്ടാ, വീട് കിട്ടുമല്ലേ? വളരെ സന്തോഷമാണ്. എവിടെയാ വീട്? വീട് ഇവിടെ തന്നെ ഫേസ് 1-ലാണുള്ളത്. ഫേസ് 1-ലാണ്. വീടൊക്കെ പോയി കണ്ടോ? എല്ലാം കണ്ടു. വളരെ കാളിദാസ് ദേവദത്തം അവിടുന്ന് വിവരങ്ങൾ നൽകുകയാണ്. അവിടെ താക്കോൽദാന ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നു. 178 കുടുംബങ്ങൾക്കാണ് ഇന്ന് വീടുകൾ കൈമാറുക. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം അല്പസമയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാളിദാസ് അവരോട് സംസാരിച്ചോളൂ. തീർച്ചയായും ഹാഷ്മി, എന്തായാലും അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കുകയാണ്. അവർക്ക് ഇനി കുറച്ചും കൂടി, അതായത് ചെറിയ അല്ലറ ചില്ലറ പ്രവൃത്തികൾ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അവർ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞു. അവർ ഇടയ്ക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അതായത് നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഏതാണ്ട് വീട് എവിടെയാണെന്നുള്ളത് അവർക്ക് കൃത്യമായ നിശ്ചയമുണ്ടായിരുന്നു. അത്തരത്തിൽ അവർ വീടുകളൊക്കെ ഒന്ന് പോയി നോക്കി. ചിലർ വീടുകളിൽ പോയി എന്താണ് ഇനി ബാക്കിയുള്ളത് എന്നുള്ളതൊക്കെ തന്നെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മേ, എങ്ങനെയാ വീട് കിട്ടി?
കിട്ടി. സന്തോഷം. ഞങ്ങളെ സഹായിച്ചതിരിക്കും ഗവൺമെന്റിനും ഒക്കെ നന്ദി, എല്ലാവർക്കും നന്ദി. വീട് പോയി കണ്ടായിരുന്നോ? ആ കുട്ടികൾ കണ്ടു, ഞാൻ പോയിട്ടില്ല, എനിക്ക് പെട്ടെന്ന് നടക്കാൻ വയ്യാത്തോണ്ട്. അപ്പം ഇനിയും എന്തൊക്കെയാ ബാക്കിയുള്ളത് അവിടെ വീട്ടില്? ഇനിയിപ്പം പെയിന്റിംഗ് ഒക്കെ ആയിരിക്കും ബാക്കിയല്ലേ? പണി തീർന്നിട്ടില്ല. അപ്പൊ ആദ്യം 3 മാസം ഇപ്പൊ കുടിവെള്ളത്തിന് ഒന്നും നമ്മൾ കാശ് കൊടുക്കണ്ടെന്നാ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. സന്തോഷമല്ലേ? സന്തോഷം. ഇനി ബാക്കിയുള്ളവർക്കും കൂടെ വീട് കിട്ടാനുണ്ട്, അവർക്കും കൂടെ കിട്ടട്ടെ അല്ലേ? കൂടി കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് ഇനിയുണ്ട് 401 വീടുകളാണ്. 178 പേർക്കാണ് ഇന്ന് വീടുകൾ ലഭിക്കുന്നത്. മഴക്കാലത്തിന് മുമ്പേ തന്നെ എത്രയും വേഗം തന്നെ പണികൾ പൂർത്തിയാക്കി നൽകുമെന്നും കൂടിയാണ്. അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്കുള്ളവർക്കും കൂടി ബാക്കിയുള്ളവർക്കും കൂടി വീട് ലഭിക്കട്ടെ എന്നുള്ളതും കൂടിയാണ്. ഇവിടെയുണ്ട് ചേച്ചി, വീട് കിട്ടുമല്ലേ? എനിക്ക് ഇതിനകത്ത് വീടില്ല, പക്ഷെങ്കിൽ ഞാൻ ഫേസ് 1 വന്ന ഒരാളാണ്. രണ്ടാം ഘട്ടത്തിലേക്കാണോ വീട്? അല്ലല്ല, എനിക്ക് വീട് വേറെ ആയി, സംഘടനയുടെ വീടായി. എന്തായാലും വീട് കിട്ടിയല്ലോ അല്ലേ? വീടിന് സന്തോഷം. അപ്പൊ ഈ സർക്കാരിന്റെ ഈ പരിപാടി കാണാൻ വന്നതാണ്. ആണ്. അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ വീട് കിട്ടുന്നു, അതിലേറ്റവും സന്തോഷം. അപ്പം ചേച്ചി ദുരന്ത ബാധിത തന്നെയാണ്, പക്ഷെ അവർക്ക് വേറെ വീട് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പരിപാടി കാണാൻ, ബാക്കിയുള്ളവരുടെ സന്തോഷമൊക്കെ കാണാൻ തന്നെ വന്നിട്ടുള്ളതാണ്. 64 ഹെക്ടറിലാണ് ഈ ഒരു സർക്കാർ ടൗൺഷിപ്പ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ വിവിധ ഫേസുകളിലായി 4 ഫേസുകളിലായിട്ടാണ്, വിവിധ ഫേസുകളിലായി 178 വീടുകളാണ്. നറുക്കെടുപ്പിലൂടെയാണ് ആദ്യഘട്ടത്തിൽ 178 വീടുകളുടെ താക്കോൽ കൊടുക്കുകയാണ്. അവിടെ ഏറ്റവും ആഹ്ലാദകരമായ ഒരു മുഹൂർത്തമെന്ന് പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.